ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ദാവീദ് രാജാവിൻ്റെ താല്പര്യവും കരുതലും മുതൽക്കൂട്ടാക്കി ശലോമോൻ രാജാവിൻ്റെ കാലത്ത് യെരൂശലേമിൽ പണികഴിപ്പിച്ച ദൈവാലയം രാജാക്കന്മാരുടെ തമ്മിത്തല്ലും പുരോഹിതന്മാരുടെ അനാത്മികത്വവും ജനത്തിൻ്റെ അശ്രദ്ധയും മൂലം നെബൂഖദ്നേസറിൻ്റെ സൈന്യാധിപനായിരുന്ന നെബൂസരദാൻ യെരൂശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ദൈവാലയവും തീവച്ച് ചുട്ടുകളഞ്ഞതായി കഴിഞ്ഞ പാഠത്തിൽ നാം കണ്ടു. ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി ഈ കാലഘട്ടത്തെ ബാബേൽ പ്രവാസകാലം എന്നറിയപ്പെട്ടു. ബാബേലിലെ 70 വർഷത്തെ പ്രവാസത്തിനു ശേഷം ഇസ്രായേലിനെ അവരുടെ ദേശത്ത് യഥാസ്ഥാനപ്പെടുത്തുമെന്ന ദൈവിക വാഗ്ദത്തം യിരെമ്യാവിൻ്റെ പുസ്തകം 25:11 ഇങ്ങനെ വായിക്കുന്നു: ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: എന്തുകൊണ്ട് ഈ ജനം ഇങ്ങനെ 70 വർഷം അടിമത്വത്തിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുവാൻ ദൈവം അനുവദിച്ചു? അതിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ തിരുവെഴുത്തിലെ 2 ഭാഗങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ലേവ്യ പുസ്തകം 25:1 മുതൽ 7 വരെയും ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36:14 മുതൽ 21 വരെയുള്ള ഭാഗവും. ആദ്യ ഭാഗത്ത് എന്നുവെച്ചാൽ ലേവ്യ പുസ്തകം 25:1 മുതൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവ് സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം കർത്താവിന് ശബ്ബത്ത് ആചരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബ്ബത്ത് ആയിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടത്തിലെ വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിൻ്റെ വിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. അത് ദേശത്തിന് ശബ്ബത്ത് ആണ്ടാകുന്നു. ദേശത്തിൻ്റെ ശബ്ബത്തിൽ താനേ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കണം. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിൻ്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം. മോശെ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ മക്കൾ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞു. അവർക്ക് ബോധിച്ചതുപോലെ അവർ വർത്തിച്ചു. കൂടാതെ 2 ദിനവൃത്താന്ത പുസ്തകം 36:14 മുതൽ വായിക്കുന്നത്, പുരോഹിതന്മാരിൽ പ്രധാനികളും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ കർത്താവ് ശുദ്ധീകരിച്ച ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് ദൈവം ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവിടുത്തെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിക്ക് വകയില്ലാതെ വണ്ണം ദൈവകോപം ജനത്തിനു നേരെ ജ്വലിക്കുവോളം അവരെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് കർത്താവ് കൽദയ രാജാവിനെ അവരുടെ നേരെ വരുത്തി. ആ രാജാവ് അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വച്ച് വാൾകൊണ്ട് കൊന്നു. യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവാലയത്തിലെ ചെറുതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളും എല്ലാം ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദൈവാലയം ചുട്ടുകളഞ്ഞു. യെരൂശലേമിൻ്റെ മതിലിടിച്ചു. അതിലെ അരമനകളൊക്കെയും തീക്ക് ഇരയാക്കി. അതിലെ മനോഹര വസ്തുക്കളൊക്കെയും നശിപ്പിക്കപ്പെട്ടു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ ഇസ്രായേൽ ജനം അവിടെ രാജാവിനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ കർത്താവിൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബ്ബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തീർത്തും അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബ്ബത്ത് അനുഭവിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:7 ഓർത്തുപോകുന്നു: വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും.
യാക്കോബൻ ലേഖനം 1:22 പറഞ്ഞിരിക്കുന്നത്, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഇസ്രായേൽ ജനം വചനം കേട്ടു, അത് ചെയ്തില്ല. തൽഫലമായി ബാബേൽ പ്രവാസകാലം 70 വർഷം നീണ്ടുനിന്നു. അതിൻ്റെ കാരണം എന്തെന്നാൽ യഹൂദന്മാർ ദേശത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന സ്വസ്ഥത അവർ കൊടുത്തില്ല. 7 വർഷം കൂടുമ്പോൾ ഉള്ള സ്വസ്ഥതകളുടെ എണ്ണം ഒരുമിച്ച് കൊടുക്കേണ്ടതായും വന്നു. ദൈവത്തെ ഭയപ്പെട്ടേ പറ്റൂ. ദൈവം ഒരിക്കൽ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും അത് നിവർത്തിച്ചിരിക്കും. അത് ആ തലമുറയിൽ ആകണം എന്നില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നാളിലും നാഴികയിലും അത് നിവർത്തിച്ചിരിക്കും. അതിനുള്ള തെളിവ് യേശു കർത്താവിൻ്റെ മടങ്ങിയ വരവ് തന്നെയാണ്. യേശു കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ, തൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് സാക്ഷിയായിരുന്നവരും, അവർ വിശ്വസിച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ യേശു കർത്താവ് മടങ്ങി വരും എന്നാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഇന്ന് ജീവിച്ചിരിക്കുന്ന അവർ ഈ കാലത്ത് തന്നെ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്ന അറിവ് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. 1000 സംവത്സരം ഒരു ദിവസമായി മാത്രം കാണുന്ന ദൈവമുമ്പിലാണ് നാം എന്ന് നമുക്ക് മറക്കാതെയും ഇരിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36:22 മുതൽ വായിക്കുന്നത് പ്രകാരമാണ്: യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ കർത്താവിൻ്റെ വചനം നിവൃത്തിയാക്കേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ കർത്താവ് പാർസി രാജാവായ കോരശിൻ്റെ മനസ്സുണർത്തി അവൻ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ. ഈ വിളംബരം കോരശിൻ്റെ വിളംബരം എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ വിശദ വിവരങ്ങൾ അടുത്ത പാഠത്തിൽ ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കും എന്ന ആശയോടെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.